മഴക്കുറവും വിലയിടിവും അടിക്കടി കാട്ടാനകളുടെ ആക്രമണവും കാരണം മലയോര കർഷകർ പ്രതിസന്ധിയിൽ. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കർഷക കൂട്ടായ്മ. റബ്ബർ, തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, പച്ചക്കറി, വാഴ, കൊക്കോ തുടങ്ങിയവയാണ് വരൾച്ച മൂലം ഉണങ്ങിത്തുടങ്ങിയത്. കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങളിൽ നിന്നും തൊഴിലാളി ക്ഷാമത്തിൽ നിന്നും അതിജീവിച്ച് കൃഷി ചെയ്യുന്ന കർഷകരാണ് വിലയും വെള്ളവും ലഭ്യമല്ലാതെ കഷ്ടപ്പെടുന്നത്. അടിക്കടി കൃഷിയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കാണിച്ച് MLA, MP, മന്ത്രി മുതലായവർക്ക് പരാതി നൽകിയെങ്കിലും അനുകൂലമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും കർഷകർ പറയുന്നു. ഓരോ വാഴകൾക്കും 20 രൂപ മുതൽ 30 രൂപ വരെ പാട്ടം നൽകിയാണ് കർഷകർ കൃഷി ചെയ്യുന്നത്. ഇത്തരം കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ കൂട്ടത്തോടെ എത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ചതോടെ വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന അവസ്ഥയിലാണ് ഒരു കൂട്ടം മലയോര കർഷകർ. കൃഷിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാണ് ഇവിടെയുള്ള മിക്ക കർഷകരും. കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണത്തിൽ നിന്ന് ശേഷിക്കുന്ന വിളയ്ക്ക് വിലയിടിവും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. നഷ്ടപ്പെട്ട കൃഷിക്ക് നഷ്ടപരിഹാരം പോലും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, യഥാസമയം കൃഷിയിടത്ത് പരിശോധന നടത്തുന്നില്ലെന്നും കർഷകർ പറഞ്ഞു. വേനൽ ആരംഭത്തിലെ പാടത്തെ വെള്ളം വറ്റിയതിനാൽ മിക്ക പാടങ്ങളും ഉണക്കവും മഞ്ഞളുപ്പും വ്യാപകമായി പടർന്നു പിടിച്ചിരിക്കുകയാണ്. കാഞ്ഞിരപ്പുഴ കനാലിനെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്ത പാടങ്ങൾ പോലും വറ്റിവരണ്ടു. യഥാസമയം കനാലിൽ വെള്ളം തുറന്നുവിടാത്തതാണ് കർഷകരെ ബാധിക്കുന്നതെന്നും അവർ പറയുന്നു. നിലവിലെ കനാൽ നവീകരിച്ചാൽ മാത്രമേ വെള്ളം ഉപകരിക്കുകയുള്ളൂ എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. വെള്ളം തുറന്നാൽ കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കുവാനും ഈ കനാലിനെയാണ് നാട്ടുകാർ ആശ്രയിക്കുന്നത്. ലക്ഷങ്ങൾ വായ്പയെടുത്ത് കൃഷി ചെയ്ത കർഷകർക്ക് ഇനി കനാൽ വെള്ളം മാത്രമാണ് ഏക ആശ്രയം. MC